സംസാരിക്കുന്നതിൻ്റെ മധ്യ ഇവരുടെ വീക്ക് പോയിൻ്റൊക്കെ മനസ്സിലാക്കിയിട്ട് ചേച്ചി അത് ഈ കൃപാസനത്തിൽ ഈ സ്വർണം കൊടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ചേച്ചിയുടെ ദോഷം മാറുമെന്ന് പറഞ്ഞു. ഇവിടെ അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഈ ചേച്ചിയുടെ ദോഷം മാറുമെന്ന് പറഞ്ഞാൽ ആദ്യം ഇവർ കുറച്ച് സ്വർണം മേടിച്ചുകൊണ്ട് പോയി, പിന്നീട് വന്നിട്ട് കുടുംബത്തിൻ്റെ മൊത്തത്തിലുള്ള ദോഷം മാറാനായിട്ട് വീണ്ടും സ്വർണം മേടിച്ചു. വീണ്ടും ഇവർ വന്നിട്ട് ചേച്ചിയുടെ ബന്ധുക്കളുടെ ദോഷം മാറും, ഈ സ്വർണം കൊടുത്ത് അവിടെ പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് സ്വർണ്ണം എല്ലാം തട്ടിയെടുത്തുള്ളത്. അതുപോലെ കാശും ഇവരുടെ നിന്ന് നഷ്ടപ്പെട്ടിട്ടുള്ളതായിട്ടാണ് നമ്മൾ അന്വേഷണത്തിൽ വെളിവായിട്ടുള്ളത്. അപ്പോൾ ഈ സ്ത്രീ ആദ്യം ഭക്തിയുടെ മറവിലോ മറ്റോ ബന്ധുക്കളോടൊന്നും പറഞ്ഞില്ല. എന്നാൽ ഇവരുടെ കഴുത്തിലും കാതിലും ഉണ്ടായിരുന്ന സ്വർണം കാണാതായതോടുകൂടി ബന്ധുക്കൾ കൂടുതലായിട്ട് ഇവരൊറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീയാണ്. ചോദ്യം ചെയ്തപ്പോഴാണ് ഇങ്ങനെ ഇവർ വാങ്ങിക്കൊണ്ട് പോയിട്ടുള്ളത് ബോധ്യപ്പെട്ടത്. ഇല്ല ഇവിടെ കൊടുത്ത് പ്രാർത്ഥിച്ച് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കൊടുത്തേക്കാണ്, ദൈവത്തിന് സമർപ്പിച്ച പോലെയാണ്. അപ്പം 8.5 ലക്ഷത്തോളം രൂപ വില വരുന്ന സ്വർണം തട്ടിയെടുത്ത കാര്യത്തിലേക്കാണ് ഈ 4 പ്രതികളെ നമ്മൾ വിജീഷ്, സുലോചന, അഞ്ജു, ഷാജിദ എന്ന് പറയുന്ന 4 പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇവർക്ക് സമാനമായ കേസ് കോട്ടയം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലും ഏറ്റുമാനൂരുള്ളതുമായിട്ട് നമുക്ക് വെളിവായിട്ടുണ്ട്. കൂടുതൽ തട്ടിപ്പ് നടന്നിട്ടുണ്ടോ നമ്മൾ അന്വേഷിച്ച് വരികയാണ്. ഇവരുടെ ഒരു മോഡസ് എന്ന് പറഞ്ഞാൽ ഇതിലെ ഈ 1-ാം പ്രതിയായിട്ട് നമ്മൾ പിടിച്ചിട്ടുള്ള ഈ വിജീഷ് നേരത്തെ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുള്ളതാണ്. അപ്പോൾ വീടുകൾ തോറും പഴയ വസ്ത്രങ്ങൾ, കാശൊക്കെ ആയിട്ട് കളക്ട് ചെയ്യുന്നതാണ് മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ ഈ വീടുകൾ ലൊക്കേറ്റ് ചെയ്ത് ഒറ്റയ്ക്ക് ആളുകൾ താമസിക്കുന്നതും വീക്കായിട്ടുള്ളതായിട്ടുള്ള വീടുകൾ ലൊക്കേറ്റ് ചെയ്തിട്ട് ഇവരൊരു കാർ വാടകയ്ക്ക് എടുത്തിട്ട് ഈ കാറിൽ കൊണ്ട് ഈ സ്ത്രീകളെ ഇറക്കി വിടും. ഈ 2-3 സ്ത്രീകളെ ഈ തട്ടിപ്പിനായിട്ട് ഇറക്കി വിടും. അവർ ലോഷൻ, പപ്പടം അതുപോലുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് വിൽപ്പനയ്ക്കായിട്ട് ഇവർ ഈ വീടുകളെ സമീപിക്കും. ലോഷനും പപ്പടവും മറ്റു സാധനങ്ങളൊക്കെ കത്തി ഒക്കെ വിൽപ്പനയ്ക്കായിട്ട് ഈ വീടുകളെ സമീപിച്ചിട്ട് ഇവരുമായിട്ട് സംസാരിക്കുന്നതിൻ്റെ മധ്യ ഇവരുടെ വീക്ക് പോയിൻ്റൊക്കെ മനസ്സിലാക്കിയിട്ട് ചേച്ചി അത് ഈ കൃപാസനത്തിൽ ഈ സ്വർണം കൊടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ചേച്ചിയുടെ ദോഷം മാറുമെന്ന് പറഞ്ഞു. ഇവിടെ അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഈ ചേച്ചിയുടെ ദോഷം മാറുമെന്ന് പറഞ്ഞാൽ ആദ്യം ഇവർ കുറച്ച് സ്വർണം മേടിച്ചുകൊണ്ട് പോയി, പിന്നീട് വന്നിട്ട് കുടുംബത്തിൻ്റെ മൊത്തത്തിലുള്ള ദോഷം മാറാനായിട്ട് വീണ്ടും സ്വർണം മേടിച്ചു. വീണ്ടും ഇവർ വന്നിട്ട് ചേച്ചിയുടെ ബന്ധുക്കളുടെ ദോഷം മാറും, ഈ സ്വർണം കൊടുത്ത് അവിടെ പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് സ്വർണ്ണം എല്ലാം തട്ടിയെടുത്തുള്ളത്. അതുപോലെ കാശും ഇവരുടെ നിന്ന് നഷ്ടപ്പെട്ടിട്ടുള്ളതായിട്ടാണ് നമ്മൾ അന്വേഷണത്തിൽ വെളിവായിട്ടുള്ളത്. അപ്പോൾ ഈ സ്ത്രീ ആദ്യം ഭക്തിയുടെ മറവിലോ മറ്റോ ബന്ധുക്കളോടൊന്നും പറഞ്ഞില്ല. എന്നാൽ ഇവരുടെ കഴുത്തിലും കാതിലും ഉണ്ടായിരുന്ന സ്വർണം കാണാതായതോടുകൂടി ബന്ധുക്കൾ കൂടുതലായിട്ട് ഇവരൊറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീയാണ്. ചോദ്യം ചെയ്തപ്പോഴാണ് ഇങ്ങനെ ഇവർ വാങ്ങിക്കൊണ്ട് പോയിട്ടുള്ളത് ബോധ്യപ്പെട്ടത്. അപ്പോൾ പോലീസ് നമ്മളെ അറിയിച്ചതിനെ തുടർന്ന് നമ്മൾ കേസെടുത്ത് നമ്മൾ CCTVയിൽ 2 സ്ത്രീകൾ നടന്നു പോകുന്ന ദൃശ്യമാണ് ആദ്യം കിട്ടിയത്. പിന്നീട് ഒരു കാറ് തിരിക്കുന്നൊരു ദൃശ്യം കിട്ടിയായിരുന്നു. അപ്പോൾ ഇത്തരം കേസുകൾ കോട്ടയത്തും മറ്റും ഉണ്ടായിട്ടുള്ളതായിട്ട് നമ്മൾ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ട് അതിലെ പ്രതികൾ ആരാന്ന് നമ്മൾ നോക്കുകയും അതുപോലെ ഈ കോളനി ഭാഗത്ത്, ഈ പാറക്കടവ് കോളനി ഭാഗത്ത് ഇത്തരം ഒരു കാറ് കണ്ട് അതിൻ്റെ ഓണർ ആരാന്നും മറ്റും അന്വേഷണത്തിൽ നിന്നാണ് നമുക്ക് ഈ പ്രതികളിലേക്കുള്ള സൂചന കിട്ടി. അവരെ വെളിവായി ചോദ്യം ചെയ്ത് ഇവരെ ഇന്നലെ രാത്രി അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അത് കോട്ടയത്തെ ക്രൈം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ 2024 അത് ഏകദേശം 12 പവനോളം തട്ടിയെടുത്തതായിട്ടാണ് നമുക്കറിയുന്നത്. ഏറ്റുമാനൂർ കേസുണ്ടെന്നേ അറിയാവുള്ളൂ, അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടിയിട്ടില്ല. ഇവിടെ ഒരു 8.5 ലക്ഷത്തോളം രൂപയുടെ സ്വർണ്ണമാണ് തട്ടിയെടുത്തിട്ടുള്ളത്. പല പ്രാവശ്യമായിട്ട് ജിമിക്കും കമ്മലും. ഞാൻ അതിൻ്റെ ഇത് പറയാം, അന്നേരം അത് നിങ്ങളൊന്ന് ഇതാക്കിയിട്ട് ഞാൻ എത്രയൊന്നും മൊത്തത്തിൽ അത് നോക്കിയിട്ടില്ല. അതെ സമാനമായിട്ട് കൃപാസനത്തിലേക്ക് ഇത് കൊടുത്ത് പ്രാർത്ഥിച്ച് അവരുടെ ദോഷം മാറ്റാമെന്നുള്ള ആ ഒരു രീതിയിലാണ് സമാനമായിട്ട് തട്ടിപ്പ് തന്നെയാണ് അവിടെ നടന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെയൊക്കെ പല സ്ഥലത്തും തട്ടിപ്പ് നടന്നതാണ്. നാണക്കേട് കൊണ്ടും മറ്റും പിന്നെ ദൈവത്തിന് കൊടുത്തതായതുകൊണ്ടും പലരും മിണ്ടാത്തതുമാണ്. വാഹനം ഈ ഷാജിദയുടെ ഭർത്താവ് വാടകയ്ക്ക് എടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് ഈ കാറിലാണ് മിക്കവാറും സ്ത്രീകളെ കൊണ്ട് ഇറക്കുന്നത്. അപ്പോൾ അവർ കത്തി, പപ്പടം, അതുപോലെ പിന്നെ വേറെ ഒരു സ്ഥലം കൂടി അതെ ലോഷൻ, അതെല്ലാം കൂടി വിൽക്കാനായിട്ട് വിൽപ്പനയ്ക്ക് എന്നുള്ള വ്യാജേന ചെന്ന് ഇവരുമായിട്ട് സൗഹൃദം സ്ഥാപിച്ചിട്ട് പതുക്കെ ഇവരുടെ വിശ്വാസം ആർജിച്ചിട്ടാണ് ഇത് കൃപാസനത്തിൻ്റെ പേര് പറഞ്ഞ് തട്ടിപ്പെടുത്തുന്നത്. ഇവർക്ക് കൃപാസനമായിട്ട് യാതൊരു ബന്ധമുള്ളതായിട്ട് നമുക്കറിയില്ല. അല്ല 3 തവണയായിട്ടാണ്. 3 തവണയായിട്ട് ആദ്യം ഒരു പ്രാവശ്യം ചെന്ന് ഇവരുമായിട്ട് പരിചയത്തിലായി കഴിഞ്ഞിട്ട് ജിമിക്കിയും കമ്മലും ഒക്കെ മേടിച്ചുകൊണ്ട് പോയി. തുടർന്ന് ഇവിടെ വന്നിട്ട് വീണ്ടും ഇവരുടെ 2-3 മോതിരങ്ങൾ മേടിച്ചുകൊണ്ട് പോയി. പിന്നീട് ഒരു 3-ാം തവണ വന്നിട്ട് ഇവരുടെ മാലയും മറ്റ് സാധനങ്ങളൊക്കെ കൊടുക്കുക. പല പ്രാവശ്യമായിട്ടാണ്, പല തവണകളായിട്ടാണ് ഇവർ വന്ന് തട്ടിപ്പ് നടന്നിട്ടുള്ളത്. ഇല്ല ഇവിടെ കൊടുത്ത് പ്രാർത്ഥിച്ച് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കൊടുത്തേക്കാണ്, ദൈവത്തിന് സമർപ്പിച്ച പോലെയാണ്. അപ്പോൾ അത് ഇവിടെ പുളിമൂട്ടിൽ, നമ്മുടെ ഇവിടുത്തെ തൊടുപുഴ പുളിമൂട്ടിൽ 3,80,000 രൂപയ്ക്ക് വിറ്റതായിട്ടാണ് അവരെയൊക്കെ ധരിപ്പിച്ചിട്ടുള്ളത്. എത്രയാണെന്നുള്ളത് നമുക്ക് ഇപ്പം നോക്കണം. അതിപ്പോൾ അവരെ തെളിവെടുപ്പിനായിട്ട് അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട്.
അപ്പോൾ ഇത് വീതം വെച്ചെടുക്കും. വിറ്റതിന് ശേഷം ബിജീഷ് എല്ലാവർക്കും വീതം വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് തന്നെയാണ് ഇപ്പോൾ സമാനമായ ഇതാണ്. അതെ, വേറെ പണിയുള്ളതായിട്ട് നമുക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. എന്തോ ചീറ്റിങ്ങും റോബറി ചീറ്റിങ്ങും ഉണ്ട്. പറഞ്ഞ് വിശ്വാസവഞ്ചന, ചീറ്റിങ്ങും അല്ല. അത് ഇതിലുണ്ട് ഞാൻ പറഞ്ഞുതരാം. ഈ വർഷം തന്നെ ഈ ഒറ്റയ്ക്ക് വത്സമ്മ എന്നയാളെ കൊടുത്തിട്ട് ആദ്യ ആഴ്ചയിൽ 2025 ആഗസ്റ്റ് മാസം ആദ്യത്തെ ആഴ്ചയിൽ. ഞാനിത് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ കേട്ടോ നിങ്ങളുടെ ഓർമ്മയിലേക്ക്. 2025 ആഗസ്റ്റ് മാസം ആദ്യത്തെ ആഴ്ചയിൽ 1-ാം പ്രതി ആവലാതിക്കാരിയുടെ കരിമണ്ണൂർ വില്ലേജ് കുളിക്കാവത്ത് കരയിൽ കുറുപ്പമ്പടി ഭാഗത്തുള്ള പഴയ വട്ടപ്പള്ളി വീട്ടിലെത്തി ആഭരണങ്ങൾ തന്നാൽ കൃപാസനത്തിൽ കൊണ്ടുപോയി പ്രാർത്ഥിച്ച് കുടുംബത്തിലെ പ്രശ്നങ്ങൾ മാറ്റിത്തരാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് 7 ഗ്രാം തൂക്കമുള്ള സ്റ്റഡ് കമ്മലും പിന്നീട് ആഗസ്റ്റ് മാസം പകുതിയോടുകൂടി 1-ാം പ്രതി വീട്ടിലെത്തി ആവലാതിക്കാരുടെ കയ്യിൽ നിന്നും 2 ഗ്രാം തൂക്കം വരുന്ന ഒരു ജോഡി സ്റ്റഡ് കമ്മലും 4 ഗ്രാം തൂക്കം വരുന്ന ഒരു കുരിശു മോതിരവും പിന്നീട് 3-4 ദിവസത്തിന് ശേഷം 4 ഗ്രാം തൂക്കം വരുന്ന ഒരു കമ്പി മോതിരവും പിന്നീട് 28/9/2025 തീയതി വീണ്ടും വീട്ടിലെത്തി 1-ാം പ്രതി ഒരു ജോഡി കമ്പനി 6 ഗ്രാം തൂക്കം വരുന്ന ഒരു ജോഡി ജിമിക്കി കമ്മലും 11/9 വീണ്ടും വന്ന് 3 പ്രതികൾ വീട്ടിലെത്തി ആവലാതിക്കാരുടെ 40 ഗ്രാം തൂക്കം വരുന്ന മാലയും ആയതിലിട്ടിരുന്ന 4 ഗ്രാം തൂക്കം വരുന്ന ലോക്കറ്റും 4 ഗ്രാം തൂക്കം വരുന്ന ഒരു ജോഡി ജിമിക്കിയും വാങ്ങിക്കൊണ്ടുപോയി. അപ്പോൾ ഈ 3.5 ലക്ഷം എന്നൊക്കെ ഇവൻ പറയണത് വെറുതെ ആയിരിക്കും. ഇവരെ പറ്റിച്ചതായിരിക്കും. ഇവരെ ഈ കൂടെയുള്ളവർക്ക് അധികം കൊടുക്കാതിരിക്കാൻ വേണ്ടിയേ പറ്റിച്ചത്. പിന്നെ 40 മറ്റേത് തന്നെ ഉണ്ട്. അവിടെയും ചലതി എന്ത് ചെയ്യാന്ന് പറയാം. ഭക്തിയുടെ പേരിലേ പാവങ്ങൾ. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഷാജിദയുടെ ഭർത്താവ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് ഒന്നുകൂടി നോക്കണം. അവൻ്റെ വണ്ടിയിലാണല്ലോ ഇവർ പോയേക്കണത്. ഇന്നലെ നമ്മൾ അവനെ അവിടെ നിന്ന് പിടിച്ചതായിരുന്നു. പക്ഷേ ഇവർക്ക് ഷാജിദയ്ക്ക് വരുന്ന 3 പൊടിക്കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ നമ്മളൊരു ദേഹം വന്നിട്ട് മറ്റവളാണല്ലോ മെയിൻ. അപ്പോൾ ഇവനവിടെ നിർത്തിയേക്ക്. ഇനി കൂടുതൽ അന്വേഷണത്തിൽ അവനാണെങ്കിൽ അവനെയും കൂടി പ്രതി ചേർക്കും. ഷാജിദയുടെ ഭർത്താനും കൂടി. നിലവിൽ 4 പ്രതികൾ. ഈ അമ്മയും മോളും ഉണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ സുലോചനയും മകൾ അഞ്ജു. എന്തോ കാറ് എടുക്കും, കസ്റ്റഡി എടുക്കും. അത് വാഗണർ കാർ. ഈ നമ്മുടെ എൻ്റെ സ്ക്വാഡിൽപ്പെട്ട NDPS സ്ക്വാഡിൽപ്പെട്ട ഷംസുദ്ദീൻ SIയും SCPO ഹാരിഷും ഷാജഹാനും SCPO അവർ 3 പേരുമാണ് കേസിൽ പുറകെ നടന്ന് പിടിച്ചത് കേട്ടോ. നിൽക്കട്ടെ